ഹായ് ഓൾ, ഇന്ന് രണ്ട് സൂപ്പർ ഡ്യൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് വന്നിട്ട് കോഫി ജെല്ലി പുഡിംഗ് ആണ്, രണ്ടാമത്തെ ഐറ്റം മാംഗോ ട്രഫിളാണ് കേട്ടോ. അപ്പോൾ ഈ മാംഗോ ട്രഫിൾ നമുക്ക് കുറച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ കോഫി ജെല്ലി പുഡിംഗ് ഒരു 2-3 പ്രോസസ്സ് ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും നമുക്ക് ഈ ചൂടത്ത് തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഐറ്റമാണ് ഈ കോഫി ജെല്ലി പുഡിംഗ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് ജെലാറ്റിൻ എടുത്തിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തണുത്ത വെള്ളത്തിലാണേ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം തന്നെയാണ്. അതിലൊഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് നമുക്ക് കോഫി മിക്സ്ചർ തയ്യാറാക്കി എടുക്കണം. അതായത് ഇതിൻ്റെ മെയിൻ ഐറ്റം ജെല്ലിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് ഞാൻ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജെല്ലി മിക്സിങ് കേട്ടോ. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ജെലാറ്റിൻ മിക്സിങ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയും ഉടനെ തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. അതുകൊണ്ട് ഇതേപോലൊരു പാത്രമായിരിക്കണം കേട്ടോ. നല്ല സ്ക്വയർ, നല്ല പരന്ന പാത്രത്തിൽ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലൊന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് സെറ്റ് ആവട്ടെ. ഒരു 6-7 മണിക്കൂർ എടുക്കും കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാനായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്ത് നേരത്തെ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കാച്ചിയ പാലെടുത്തിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, സ്ട്രെയിൻ ചെയ്തെടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച ആ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് എന്താ പറയുക, അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ലൂസായിട്ടാണ് ഞാൻ അധികം ലൂസല്ല, ഒരു മീഡിയം പരുവത്തിലാണ് കുറുക്കിയെടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടും വേണമെങ്കിൽ നമുക്കിത് കുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുറുക്കിയെടുത്തത്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് നല്ലതുപോലെ തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ജെല്ലി നല്ല രീതിയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ കളറും ആ ടെക്സ്ചറും ഒക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഇത് കുറേ നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഈ ജെല്ലി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ പിറ്റേന്നാകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടും. പക്ഷേ എനിക്കിത് ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത്. ഇതേപോലെ നമുക്ക് ജെല്ലി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് അറേഞ്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കുടിക്കാം. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം ജെല്ലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പുഡിംഗ് മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ചെറിയൊരു ഒരുപാട് പ്രോസസ്സ് ഉണ്ടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഒന്ന് മടിക്കും. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ജെല്ലി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മധുരം ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഷുഗർ നല്ലതല്ല എങ്കിൽ പോലും ആ കോഫിയുടെ ആ ഒരു കയ്പ്പരസമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നിങ്ങളൊന്ന് മധുരം നോക്കിയാൽ മതിയാവും. അപ്പം എല്ലാം സെറ്റായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കോഫി ജെല്ലി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാംഗോ ട്രഫിളിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് മാംഗോ പ്യൂരിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കുഴയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ മാംഗോയുടെ ഇതൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഒരു മാംഗോയുടെ പ്യൂരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ഇതൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു പരുവം കേട്ടോ. ഇങ്ങനെ നമുക്ക് ബോൾ പോലെ
ഉരുട്ടിയെടുക്കണം. ആ ഒരു രീതിയിലാകുമ്പം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ വേണം കേട്ടോ, അതൊന്ന് റോൾ ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് ശേഷം ഓരോന്നും നമുക്കൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. സംഭവം കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സോട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് മാംഗോ പ്യൂരി, മിൽക്ക് മെയ്ഡ്, ഈ ഒരു 3 സാധനം മതി കേട്ടോ. അപ്പോൾ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. രണ്ടും തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.